Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. ഓക്കെ, ഇപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് അല്ലെ, ഓവറോൾ ആയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് എന്താണെന്നും അല്ലെങ്കിൽ ആ റിസപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ മറ്റേതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോന്ന് എനിക്ക് അറിയില്ല, വായിച്ചിട്ടുള്ളവർക്ക് ഓർമ്മ കാണും അല്ലെ. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവറോൾ ആയിട്ടുള്ള മെയിൻ ജോബുകൾ എന്തൊക്കെ ജോലികളാണ്, ഇനി എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവരിൽ ഏൽപ്പിച്ചിരിക്കുന്നത്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് അവർ ചെയ്യേണ്ടതെന്നാണ് നോക്കുന്നത്. കുറച്ച് അധികം പോയിന്റ്സ് ഉണ്ട്. പോയിന്റ്സ് കണ്ട് ആരും പേടിക്കണ്ട, കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഓവറോൾ ആയിട്ട് മൊത്തത്തിൽ പറയുന്ന കാര്യങ്ങളാണല്ലോ. അത് എത്ര സബായിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ. നമുക്ക് കുറെയൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ മൊത്തത്തില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ തന്നെയാണ് ഈ പോയിന്റ്സിൽ പറയുന്നത് കേട്ടോ. ദെൻ നോക്കാം, ഓരോ പോയിന്റ്സ് ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പൊ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ മാക്സിമം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഡിസ്റ്റർബ്സ് ഒന്നും വരാത്ത രീതിയിൽ എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് പോകാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. Welcomes and greets all the patient and visitors personally or over the phone. നമ്മൾ പറഞ്ഞു ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മളെ പേഷ്യൻസിനെ വെൽക്കം ചെയ്യുന്നത് അല്ലെ. അപ്പോ നേരിട്ടോ അല്ലെങ്കിൽ പേഴ്സണലി ആയിട്ട് നമുക്ക് വെൽക്കം ചെയ്യാം. നേരിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഫോണിലൂടെയും നമ്മളെ വിളിച്ച് അപ്പോയിന്റ്മെന്റ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അവരെയും വെൽക്കം ചെയ്യാം. നമുക്കറിയാം ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം നമ്മളെ ഒരു അഭിസംബോധന ചെയ്യും അല്ലെ. എപ്പോഴാണ് വിളിക്കുന്നത് ആ ടൈം അനുസരിച്ച്. ഇപ്പൊ ഉച്ചയ്ക്ക് രാവിലെ ഗുഡ് മോർണിംഗ് മാം, ഇന്ന് ഹോസ്പിറ്റലാണ്, ഓക്കെ പറയൂ എന്താ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കും. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പിന്നെ പറയും അല്ലെ. സോ നേരിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫോണിലൂടെ ആണെങ്കിലും നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഗ്രീറ്റ് ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റ്, the receptionist, even if you cannot verbally greet the patient, getting eye contact with them, let them know you are aware of their presence and will get to them as soon as possible. ഇനി സെക്കൻഡ് പോയിന്റിൽ എന്താ പറയുന്നത്, നമുക്ക് വെർബലി ആയിട്ട് ഗ്രീറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെർബലി മീൻസ് നമ്മളിങ്ങനെ സംസാരത്തിലൂടെ അല്ലെ, നമ്മൾ പറയുന്ന നമ്മളൊരു സംസാരത്തിലൂടെ നമ്മൾ ഗ്രീറ്റ് ചെയ്യും. ഇനി അങ്ങനെ നമുക്ക് സംസാരത്തിലൂടെ ഗ്രീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഐ കോണ്ടാക്ട് വെച്ചെങ്കിലും ഒന്ന് ഗ്രീറ്റ് ചെയ്യാന്ന്. ഐ കോണ്ടാക്ട് നമ്മള് പരസ്പരം ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളിലെ സംസാരിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ പറയൂലേ, കണ്ണുകൊണ്ട് നമുക്ക് നോക്കുന്ന ആള് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാന്നറിയില്ല. കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കും, ജസ്റ്റ് ഒന്ന് തലയാട്ടെ അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ നമുക്ക് എന്താ പറയാ, അതിൽ നിന്ന് നമുക്കൊരു നമ്മളെ നോക്കി ഒരു ഇത് തോന്നാറുണ്ട്. നമ്മൾ കണ്ണുകൊണ്ടുള്ള ഐ കോണ്ടാക്ട് എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? ഇപ്പൊ ഐ കോണ്ടാക്ട് എന്നൊക്കെ പറയൂലേ, നമ്മള് ഒരു കണ്ണുകൊണ്ട് തന്നെ സംസാരത്തിൽ നിന്ന് നമ്മളൊരു വെർബലി സംസാരിക്കുന്നതിന് പുറമെ നമുക്ക് കണ്ണുകൊണ്ട് പല കാര്യങ്ങളും അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വെർബൽ ആയിട്ട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ഒരു ഐ കോണ്ടാക്ട് ഒക്കെ വെച്ചിട്ട് പേഷ്യൻസിനേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ അവരേതെങ്കിലും തിരക്കിലും മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് അവരൊന്ന് നമ്മളൊന്ന് നോക്കി അല്ലെങ്കിൽ നമ്മൾ അവരൊന്ന് കണ്ടു എന്ന രീതിയിൽ എന്ത് ചെയ്യാം, അവരോടൊന്ന് ഐ കോണ്ടാക്റ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പെരുമാറുക. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കപ്പോ പേഷ്യൻസിനായാലും ഇപ്പോ നിങ്ങൾക്ക് ഞങ്ങളുടെ അടുത്ത് പെട്ടെന്ന് തന്നെ വരും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ അവരിൽ കിട്ടും. സോ അതാണ് ആ സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. വേറൊന്നല്ല, സംസാരത്തിലൂടെ പറ്റിയില്ലെങ്കിലും ഒന്ന് ഐ കോണ്ടാക്ട് വഴി അവരോട് നമ്മള് ഉടനെ വരാട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയില്ല. ഇപ്പൊ തിരക്കിന്റെ ഇടയിലൊക്കെയാണ്, അപ്പൊ ഓക്കെ ജസ്റ്റ് അങ്ങനെ നമ്മള് ഒരു ഇതുപോലെ എന്താ പറയാ, ഒരു സംസാരത്തിലൂടെ അല്ല പക്ഷേ നമ്മളുടെ കണ്ണുകളിലൂടെ ഒന്ന് സംസാരിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് വെക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, respond encouraged by patients, prospective patients and visitors in a courteous manner. Courteous means ഞാൻ പറഞ്ഞു മര്യാദയോട് കൂടി അല്ലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു സംസ്കാരത്തോടു കൂടിയുള്ള ഒരു ഭാഷയിൽ റെസ്പോണ്ട് ചെയ്യണം. എൻകറേജ് മീൻസ് എന്താ, എൻകറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അന്വേഷണങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ പേഷ്യൻസിനോടും പ്രോസ്പെക്റ്റീവ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന പേഷ്യൻസ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ ഫോണിലൂടെയൊക്കെ അഡ്മിഷനൊക്കെ എടുക്കില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിനോട് ഫോണിലൂടെയും അവരുടെ എന്താണ് അവർ നമ്മോട് ചോദിച്ചത് അതിനുള്ള മറുപടി എന്തിനു വേണം പറയാൻ, ഒരു കോർട്ടീസ് ആയിട്ട് ഒരു മര്യാദയോട് കൂടിയുള്ള രീതിയിലായിരിക്കണം അവരോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് പ്രതികരിക്കുവാൻ. ഓക്കെ, ഫസ്റ്റ് 3 പോയിന്റ് ക്ലിയർ ആയല്ലോ. നമ്മൾ കോമൺ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കാം, കുറച്ച് പോയിന്റ്സ് അധികം ഉണ്ട് കേട്ടോ. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ് അല്ലെ. പുതിയ പേഷ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അത് പുതിയ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള അവരുടെ പ്രോട്ടോകോൾസിനനുസരിച്ച് ഓരോ മാനദണ്ഡങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ടുള്ള, അങ്ങനെയുള്ള ആ ഒരു പ്രോട്ടോകോൾസിന്റെ അടിസ്ഥാനത്തിൽ. മാഡം, നമ്മളിപ്പോ പുതിയ പേഷ്യന്റ് വന്നാൽ അവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമല്ലോ? അതെ, രജിസ്റ്റർ ചെയ്യേണ്ടത് ഈ പ്രോട്ടോകോൾസുകൾ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് രജിസ്റ്റർ ചെയ്യും. അപ്പോ അതാണല്ലോ അവരുടെ ഡ്യൂട്ടി ആണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ രജിസ്റ്റർ ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിനാണ് അല്ലെ. സോ അത് രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെയുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ് existing patient demographics by collecting detailed patient information that include personal and financial information. ഇനി ഡെമോഗ്രാഫിക്സ്. എന്താണ് ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്നത്? നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡെമോഗ്രാഫിക്. എന്ത് ഡെമോഗ്രാഫിക് മീൻ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഡെമോഗ്രാഫിക് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് അല്ലാട്ടോ, ഡെമോഗ്രാഫിക്. ഓക്കെ, അറിയില്ല ആർക്കും? ട്രൈ ചെയ്ത് നോക്കൂ, പഴയ പഠിച്ചതൊക്കെ ഒന്ന് ഓർത്ത് നോക്കൂ. ഡെമോഗ്രാഫിക് മീൻസ് ജനസംഖ്യാ പഠനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ മുന്നേ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ ഡെമോഗ്രാഫിക്? കേട്ടിട്ടുണ്ടോ? തുറന്നിട്ടിയോ? ഓക്കെ, ഡെമോഗ്രാഫി മീൻസ് ജനസംഖ്യാപരമായിട്ടുള്ള ഇതാണ്. ഇവിടെ ജനസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് എത്രത്തോളം പേഷ്യൻസ് വരുന്നു എന്നുള്ള ഒരു എണ്ണത്തിനെയാണ് ഇവിടെ ഒരു ഡെമോഗ്രാഫിക് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ഡെമോഗ്രഫി മീൻസ് ജനസംഖ്യയിൽ വരുന്ന, അതായത് നമ്മൾ എത്ര എണ്ണം വരുന്നു അത് ജനസംഖ്യ. ഓക്കെ, അതായത് ജനസംഖ്യ എന്ന് കോമൺ ആയിട്ട് പറയും. നമ്മൾ എത്ര പേഷ്യൻസിന്റെ എണ്ണവും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഓക്കെ, നോക്കാം. രജിസ്റ്റർ ന്യൂ പേഷ്യന്റ് ആൻഡ് അപ്ഡേറ്റ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് ഡെമോഗ്രാഫിക് by collecting detailed patient information that includes personal and financial informations. ഇപ്പോ വ്യക്തിപരവും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫോർമേഷനും വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഇൻഫോർമേഷൻസുകളും അല്ലെ, അങ്ങനെ ഉൾപ്പെടുന്ന ഒരു രോഗി വിവരങ്ങൾ ശേഖരിച്ചിട്ട് പുതിയ രോഗികളെ എന്ത് ചെയ്യാം, അത് ശേഖരിക്കുകയും ദെൻ പുതിയ രോഗികൾ ഉണ്ടെങ്കിൽ പുതിയ രോഗികളെ രജിസ്റ്റർ ചെയ്യുകയും അവരുടെ ഒരു ഡെമോഗ്രഫിക് അതായത് ഈ ജനസംഖ്യ കണക്കുകൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. ഇത്രയുമാണ് ആ ഒരു പോയിന്റിൽ പറയുന്നത്. നിങ്ങൾ ആ പോയിന്റിന്റെ എക്സാക്ട് മീനിങ് മാത്രം ഒന്ന് പഠിക്കുക, അതിൽ കൂടുതലൊന്നും നിങ്ങൾ നോക്കിയേ വേണ്ട. കാരണം ഇത് ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ ആ പോയിന്റ്സ് അതുപോലെ തന്നെയാണ് പഠിക്കേണ്ടത്. ജസ്റ്റ് എന്താണെന്നൊന്നും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ പോലെ വേറെ പുറത്തുനിന്ന് എക്സ്ട്രാ ഒന്നും നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. നമ്മൾക്ക് തന്നിരിക്കുന്ന സെയിം പോർഷനിൽ നിന്ന് മാത്രം ചോദിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ അതേപടി തന്നെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചിലപ്പോൾ എല്ലാ പോയിന്റ്സിനും നമ്മൾ ആ എക്സാക്ട് മീനിങ് മാത്രം നോക്കാൻ പറ്റുള്ളൂ. നമുക്ക് പോയിന്റ്സ് ഒക്കെ നമുക്ക് മറ്റു റിലേറ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഈ ഒരു സെക്ഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സാക്ട് പോയിന്റ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ദെൻ assist patients to complete all necessary forms and documentation including medical insurance. ഇനി നമുക്ക് അസിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ നിന്നൊന്ന് ഹെൽപ്പ് ചെയ്യാന്ന് അല്ലെ. അസിസ്റ്റ് പേഷ്യന്റ് ടു, പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് ഒത്തിരി ഫോംസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് വരും അല്ലെ. അങ്ങനെ ഫോംസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ദെൻ ഡോക്യുമെന്റേഷൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ഇൻഷുറൻസ്. ചില പേഷ്യൻസിന് മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മെഡിക്കൽ ഇൻഷുറൻസ് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അതിന്റെ ഒരു ഡോക്യുമെന്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോ മറ്റു ഫോമുകൾ കാര്യങ്ങളും അല്ലെങ്കിൽ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അങ്ങനെയുള്ള ഇൻഷുറൻസിന്റെ ഫോമുകളും ഇതെല്ലാം ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് അസിസ്റ്റ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ensure patient to complete all necessary forms and documentation including medical insurance. ഫസ്റ്റ് പറഞ്ഞത് അവരൊന്ന്
ഹെൽപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള ഇൻഷുറൻസിന്റെയോ അല്ലെങ്കിൽ മറ്റു ഫോമുകളോ ഫോം ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ദെൻ സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത് ഈ ഫോമുകളെല്ലാം പൂരിപ്പിച്ചെന്ന് എന്ത് ചെയ്യുക, ഉറപ്പുവരുത്തുക എല്ലാം കംപ്ലീറ്റഡ് ആണ്, ഒന്ന് ചെക്ക് ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ്. അതായത് കംപ്ലീറ്റഡ് ആണ്, അവരെല്ലാം ചെയ്തിട്ടുണ്ട്, പൂർണ്ണമായിട്ടും ഫില്ല് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തുക. ദെൻ ensure patient information is accurate including billing information. Accurate means കൃത്യമായിട്ടുള്ള അല്ലെ, പ്രോപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ആണ് accurate എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ensure patient information accurate including billing information. ഒരു ബില്ലിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ടുണ്ടെന്ന് പേഷ്യൻസിന് ഉറപ്പുവരുത്തണം. എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ പക്കയായിട്ട് തന്നെ പോകുന്നുണ്ടെന്ന് പേഷ്യൻസിന് ഉറപ്പുവരുത്തുക. Then inform patient of medical office procedures and policies. ഇനി അവിടെ എന്തൊക്കെയാണ് ഓരോ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഓരോ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോളിസീസ്, ഇപ്പൊ ഇൻഷുറൻസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ അതിന്റെ ഫോമുകൾ ഇന്നോടത്ത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇന്ന പേപ്പേഴ്സ് അതിന് വേണം, ഫോട്ടോ കോപ്പി വേണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഓരോരോ പ്രോസസ്സും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് അല്ലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന പേപ്പറുകളിൽ ഒപ്പ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇത്തരം ഫോമുകളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പേഷ്യൻസിനൊന്ന് ഇൻഫോം ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിൻ ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. പേഷ്യൻസിന്റെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുകയും സൂക്ഷിക്കുകയും അതിനെ കൈകാര്യം ചെയ്യുകയും ചെയ്യുക. പേഷ്യൻസിന്റെ റെക്കോർഡ് സൂക്ഷിക്കുക, ദെൻ അതിനൊന്ന് പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക. Then move patient through appointment as scheduled. എങ്ങനെയാണോ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതുപോലെ പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കുക മീൻസ് എന്ത് ചെയ്യുക, കറക്റ്റ് പ്രോപ്പർ ആയിട്ട് തന്നെ ഇന്ന ടൈമിലാണ് ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ വിളിക്കുമ്പോൾ ടൈമും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പേഷ്യൻസിന് കൊടുക്കാം. പേഷ്യൻസ് വരുമ്പോൾ ഇന്ന റൂമാണ് ഡോക്ടർ ഇരിക്കുന്നത് അതൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, ഒന്ന് അതൊക്കെ ഒന്ന് മൂവ് ചെയ്ത് അവരൊന്ന് കാണിച്ചിട്ട് കൊടുക്കുക. Then facilitate patient flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and clinical staff. നോക്കാം, ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ മീൻസ് നമുക്കറിയാം പേഷ്യൻസിന്റെ ഒരു ഒഴുക്ക് എന്നൊക്കെ പറയും. വേറെ ഒന്നല്ല, പേഷ്യൻസിന്റെ തിരക്ക് കൂടുന്നത് മൂലമുള്ള ആ ഒരു ഒഴുക്കും കാര്യങ്ങളും. അപ്പൊ ഫെസിലിറ്റേറ്റ് പേഷ്യന്റ് ഫ്ലോ by notifying provider the patient's arrival. ഇപ്പോ രോഗികളുടെ വരവ്, അറൈവൽ മീൻസ് വരുന്നത് എന്നുള്ളൊരു മീനിങ് ആണല്ലോ. അപ്പോ രോഗികൾ വരുന്നത്, പേഷ്യൻസിന്റെ അറൈവല്, ഈ രോഗികളുടെ വരവ് ഈ പറഞ്ഞ പ്രൊവൈഡർ അറിയിക്കുക മീൻസ് നമ്മൾ ചില അപ്പോയിന്റ്മെന്റ്സുകളൊക്കെ നേരിട്ട് തന്നെ എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ആ പേഷ്യൻസ് ഫ്ലോയൊക്കെ ഒന്ന് മാനേജ് ചെയ്യണം. അപ്പൊ പിന്നെ ഇതുപോലെ തന്നെ അവെയർ ഓഫ് ഡിലേസ്, എന്തെങ്കിലും ഡിലേകൾ ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യുക, പേഷ്യൻസിനെ ഇൻഫോം ചെയ്യുക. ചിലപ്പോൾ ഡോക്ടർ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ ഒത്തിരി നേരം വന്നിരിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ മോർണിംഗ് വന്ന് ചീട്ടെടുത്ത് ഫസ്റ്റ് നമ്പറൊക്കെ കിട്ടുന്നതിന് വേണ്ടി ചീട്ടെടുത്തിരിക്കുന്ന പേഷ്യൻസ് ഉണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഡോക്ടർ വരാൻ ചിലപ്പോൾ ലേറ്റ് ആവും, അല്ലെങ്കിൽ ഡോക്ടറിന് ചിലപ്പോൾ എമർജൻസി സർജറി കാര്യങ്ങളൊക്കെ വരും. അപ്പോ ചിലപ്പോൾ ഒരു 2 hours ലേറ്റ് ആവുന്നൊക്കെ, അങ്ങനെയുള്ള ഡിലേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പേഷ്യൻസിനൊന്ന് ഇൻഫോം ചെയ്ത് അറിയിക്കുക. ദെൻ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് പേഷ്യന്റ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. പേഷ്യന്റും ഇതുപോലെ ക്ലിനിക്കൽ സ്റ്റാഫ് മീൻസ് നമുക്കറിയാം ആ ഹോസ്പിറ്റലിൽ ഒരു നഴ്സോ അല്ലെങ്കിൽ മറ്റു സ്റ്റാഫുകളോ അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. കമ്മ്യൂണിക്കേഷൻ വേണ്ടത് എന്തിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പേഷ്യൻസ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എനിക്കറിയില്ലാത്ത പോലെ അങ്ങനെ ഇരിക്കുകയല്ല വേണ്ടത്, ബട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞൊക്കെ കൊടുക്കണം. അതാണ് ഒരു റിലേഷൻഷിപ്പ്, അവിടെ കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ answer incoming calls and deal with inquiries. Answers the phone while maintaining polite, consistent phone manner using proper telephone etiquette. അല്ലെ, നമ്മൾ പറഞ്ഞു നമ്മള് ഇൻകമിംഗ് കോൾസുകളൊക്കെ വരുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യുക, ഡീൽ ചെയ്യണം അല്ലെ, നമ്മൾ ആൻസർ ചെയ്യുക അല്ലെ, കോളുകൾക്ക് ഉത്തരം നൽകണം. ദെൻ എന്തെങ്കിലും അന്വേഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അന്വേഷണങ്ങൾക്കുള്ള മറുപടി അവർക്ക് കൊടുക്കുക. പക്ഷെ അത് മെയിൻറ്റെയിനിങ് ഒരു പൊളൈറ്റ് ആയിട്ടായിരിക്കണം. പൊളൈറ്റ് മീൻസ് എന്താ, ഒരു നല്ലൊരു സംസാരത്തോടെ നല്ലൊരു ഭാഷ എന്നൊക്കെ പറയേ, നമ്മള് പരസ്പരം ഇപ്പോ നമ്മളൊരു വീട്ടിൽ സംസാരിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അല്ലെ. അവിടുത്തെ ഞാൻ പറഞ്ഞു ടെലിഫോൺ കോൾ ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തമുണ്ട്. വ്യത്യസ്തം മീൻസ്
നമ്മൾ പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ള ഒരു ടോക്കല്ല അവർ സംസാരിക്കുന്നത്. പക്ഷെ കുറച്ചും കൂടി പൊളൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു മാനേഴ്സോട് കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മളൊന്ന് അഭിസംബോധനയൊക്കെ ചെയ്ത് വളരെ മാന്യമായ രീതിയിൽ, വളരെ സ്ലോ ആയിട്ട്, വളരെ കൃത്യമായിട്ട്, ക്ലിയർ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അവര് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ചെയ്യുന്നത്. അല്ലേ? ആണോ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഓക്കെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? നിങ്ങൾക്ക് നമ്മളുടെ ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന രീതിയിൽ ഒരിക്കലും ആയിരിക്കില്ല അവരുടെ ഒരു സംസാരം. എന്നുവെച്ചാൽ അവർക്ക് അതാണ് പറഞ്ഞത്, ഒരു പൊളൈറ്റോട് കൂടി അല്ലെങ്കിൽ ഒരു വളരെ മാനേഴ്സോട് കൂടി ആയിരിക്കണം സംസാരിക്കേണ്ടത്. Then ട്രാൻസ്ഫർ കോൾ ആസ് റിക്വയർഡ്. ഇനി ആവശ്യാനുസരണം കോളുകൾ എന്ത് ചെയ്യുക? കൈമാറുക. ഇപ്പൊ വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് കോളുകൾ കൈമാറണമെങ്കിൽ അതിനെന്ത് ചെയ്യുക? ഒന്ന് കണക്ട് ചെയ്തിട്ട് ആവശ്യാനുസരണം മാത്രം കോളുകൾ ട്രാൻസ്ഫർ ചെയ്യുക. Then collect co-pays and payments. ഇനി എന്തെങ്കിലും പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ കളക്ട് ചെയ്യും. ഇപ്പോ ഫസ്റ്റ് നമ്മള് പുതിയൊരു പേഷ്യന്റ് ആദ്യമായിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നതെങ്കിൽ നമ്മളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ആ ഒരു കാർഡ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് പേയ്മെന്റ് വാങ്ങിക്കും നമ്മളുടെ കയ്യിൽ നിന്ന്, ഇല്ലേ? വാങ്ങിക്കാറില്ലേ? എല്ലായിടത്തും ഫ്രീ ആയിട്ടാണോ നിങ്ങൾക്ക് തരുന്നത്? അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോ ഒരു ചാർജ് എടുക്കാറുണ്ടോ? ഓക്കെ. ദെൻ ഞാൻ ചോദിക്കണേ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. സംസാരം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് മ്യൂട്ട് കൊടുക്കുന്നത്. ഓക്കെ. ദെൻ ചോദിക്കുന്നതിനൊക്കെ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് തംസിട്ട് റെസ്പോൺസ് ഒക്കെ ചെയ്യണം കേട്ടോ. ഉച്ച സമയമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കമൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണല്ലോ. ഓക്കെ. ദെൻ അപ്പോ അങ്ങനെയുള്ള പേയ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പേയ്മെന്റ്സ് ഒക്കെ അവർ നമ്മുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യാറുണ്ട്, അല്ലെ? ഇനി കോപേസ് എന്താണ്? കോപേസ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? പേയ്മെന്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്ന മണി, അല്ലെ? ഓക്കെ. ഇനി കോപേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ. കോപേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് കൊടുക്കുക. ഓക്കെ. കോപേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, കോപേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയൊരു എന്താ പറയാ ഒരു എഗ്രിമെന്റ് പോലെയാണ്. അതായത് ഇപ്പോ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവില്ലേ? എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ടാവണം എന്നില്ലല്ലോ. ചില പേഷ്യൻസിന് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാവും, ക്ലെയിമുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? അപ്പോ ഈ ഇൻഷുറൻസിൽ ചെയ്യുന്നത് എന്താണ്? നമുക്കറിയാം, ചിലപ്പോ ഒരു നിശ്ചിത എമൗണ്ട്, ചിലപ്പോൾ നമ്മള് ആ ഒരു അഡ്മിറ്റഡ് ആയി ടോട്ടൽ എമൗണ്ടിന്റെ ബിൽ എമൗണ്ടിന്റെ ഒരു 10% മാത്രം ചിലപ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്താൽ മതിയായിരിക്കും, അല്ലെ? ബാക്കി 3% എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ഇൻഷുറൻസ് കമ്പനിക്കാരാണ് നമുക്ക് ആ ക്ലെയിമിൽ നിന്നും നമുക്ക് പൈസ കിട്ടും. നമുക്ക് വേറെ എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും ഹോസ്പിറ്റലിൽ അടയ്ക്കേണ്ടതായിട്ട് വരില്ല. സോ ഇങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് വെക്കുന്നതാണ്, അതായത് ഒരു ഒപ്പിട്ടൊരു എഗ്രിമെന്റ് ഫോം പോലെ ചെയ്യുന്നതാണ് ഈ കോപേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്ര 10% നമ്മളുടെ ഭാഗത്തു നിന്ന് പേഷ്യൻസിന്റെ ഭാഗത്തു നിന്നും എമൗണ്ട് ഈടാക്കും. ദെൻ ബാക്കിയുള്ളൊരു എത്ര ശതമാനം, ബാക്കിയുള്ള പെർസെന്റേജ് എത്രയാണോ അത്രയും എമൗണ്ട് ഇൻഷുറൻസ് വഴിയാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് ഒരു എഗ്രിമെന്റ് പോലെ നമ്മൾ സൈൻ ചെയ്യുന്ന ഒരു പേപ്പറാണ്. അതിനാണ് ഈ കോപേസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ കോപേസ് എന്താണെന്ന്? ഓക്കെ. ദെൻ ഇതിപ്പോ നിങ്ങൾ ആദ്യമായിട്ട് കേട്ടൊരു ടേം ആണ്, പിന്നെ മറന്നു പോകരുത് കേട്ടോ കോപേസ് എന്താണെന്ന്. ദെൻ നിങ്ങളൊന്ന് ടൈം കിട്ടുന്നത് അനുസരിച്ച് ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കോപേസ് അങ്ങനെയുള്ള കേട്ടോ. നമ്മളിവിടെ ചെറിയ ചെറിയ പോയിന്റ്സുകൾ ചിലപ്പോൾ ഭയങ്കര എക്സ്പ്ലനേഷൻ ഒന്നും തരാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഓക്കെ. കോപേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടുന്ന പേഷ്യൻസ് ഉണ്ടാവില്ലേ? അപ്പോ ഇൻഷുറൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമ്മളൊരു 10%, ഇപ്പൊ ഒരു എത്ര ശതമാനമാണോ, എത്ര ടോട്ടൽ ഒരു ബിൽ എമൗണ്ട് വന്നു, നമ്മൾ അഡ്മിറ്റഡ് ആയി കഴിഞ്ഞു, ഒരു ബില്ല് വന്നു നമുക്ക് ടോട്ടല്, അതിനൊരു 10% മാത്രം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്യാഷ് കൊടുത്താൽ മതി. ബാക്കിയുള്ള പൈസ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്യാഷ് ഈ ഒരു ഇൻഷുറൻസ് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കണ്ടാന്ന്. ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരു ഫോമില് എഴുതി അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പോലെ എഴുതി സൈൻ ചെയ്യുന്നതാണ് കോപേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആകാത്തവർക്ക് ഓക്കെ അല്ലേ? ഓക്കെ. Then report statistics as required. ഇനി സ്ഥിതിവിവര കണക്കുകൾ അത് ആവശ്യമാണെങ്കിൽ അങ്ങനെയുള്ള കണക്കുകളും കാര്യങ്ങളും ഒന്ന് ചെയ്തു കൊടുക്കുക, റിപ്പോർട്ട് ചെയ്യുക. Then schedule hospital admission, test scans and outside appointment for patients.
ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഷെഡ്യൂൾ ചെയ്യുക. നമുക്കറിയാലോ ഒരു അഡ്മിഷൻസ് ഷെഡ്യൂൾ ചെയ്യുന്നത് ആരാണ്? ഈ ഫ്രണ്ട് ഓഫീസുകാരാണ് അല്ലെ. ദെൻ ടെസ്റ്റ്, എന്തെങ്കിലും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകളുടെ റിപ്പോർട്ടുകളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ദെൻ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ് ഫോർ പേഷ്യന്റ്. ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ചിലപ്പോൾ ട്രാൻസ്ഫർ ആവുന്ന പേഷ്യൻസ് വരാം അതില്. ദെൻ ഇപ്പൊ നമ്മള് ഒരു സ്കാനിങ് ഒക്കെ എടുക്കണമെങ്കിലേ ചില ഹോസ്പിറ്റലിലൊന്നും അവൈലബിൾ ആയിരിക്കില്ല. സോ വേറൊരു അടുത്തൊരു സ്കാനിങ് സെന്ററിലേക്കൊക്കെ നമുക്ക് എഴുതി തരാറുണ്ട്. ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനോടെ നമുക്ക് എഴുതി തരും. അതൊക്കെയാണ് ഈ ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ obtain external medical reports as required by medical professionals. Obtain external medical reports. Obtain ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ന് നമ്മൾ എന്താ പറയാ, സ്വീകരിക്കുക അല്ലെങ്കിൽ ശേഖരിക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് തന്നെയാണ്. obtain external medical reports. മെഡിക്കൽ റിപ്പോർട്ട്സുകളൊക്കെ ഒന്ന് obtain ചെയ്യുകയും ആവശ്യമാണെങ്കിൽ അത് മെഡിക്കൽ പ്രൊഫഷണൽസ് വഴി അത് മെഡിക്കൽ റിപ്പോർട്ടുകൾ അവരുടെ നിന്ന് വാങ്ങിച്ചിട്ട് obtain ചെയ്യുക. Then respond and complete to request for information. അല്ലെ, റെസ്പോണ്ട് ചെയ്യുകയും അതോടൊപ്പം അഭ്യർത്ഥനകളൊക്കെ വരുമ്പോൾ നമ്മൾ അഭ്യർത്ഥനകൾ എന്ത് ചെയ്യുക? പ്രതികരിക്കണം അല്ലെ. പ്രതികരിക്കുകയും ദെൻ അവർക്ക് എന്താണോ വേണ്ടത്, അവർ ആവശ്യപ്പെടുന്ന റിക്വസ്റ്റിനനുസരിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ നമ്മൾ അവർക്ക് പാസ് ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ദെൻ ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റുകൾ. ഔട്ട് ഗോയിങ് പോസ്റ്റ് അതായത് നമുക്ക് ഇങ്ങോട്ട് വരുന്ന പോസ്റ്റുകളും നമ്മൾ മെയിലൊക്കെ ചെയ്യാറില്ലേ? ചില അഡ്മിഷനൊക്കെ എടുക്കുമ്പോഴേ ഇന്ന ഡേറ്റ് ആണ് നമ്മൾ മെയിൽ ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. പേഷ്യൻസിന്റെ ഇമെയിൽ ഐ ഡി ഒക്കെ ഓൾറെഡി വാങ്ങിക്കുമല്ലോ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ മെയിൽ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ കംപ്ലൈന്റ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ തിരിച്ച് ആ ഹോസ്പിറ്റലിന്റെ മെയിൽ ഐ ഡിയിലോട്ട് വരാറുണ്ട്. അപ്പൊ അതെല്ലാം എന്ത് ചെയ്യണം? കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത് ഈ ഫ്രണ്ട് ഓഫീസ് ആണ്. ഇങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റ്സോ മറ്റു മെയിലുകൾ എന്തെങ്കിലും സജഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊക്കെ മെയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. ദെൻ കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആസ് അസൈൻഡ്. അസൈൻഡ് മീൻസ് കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടുന്ന ക്ലറിക്കൽ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് അതർ ക്ലറിക്കൽ ഡ്യൂട്ടീസ്, മറ്റു ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് അസൈൻ ചെയ്യുക എന്ന് വെച്ചാൽ ഒന്ന് ക്രമീകരിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഞാൻ പറഞ്ഞു, അതായത് ട്രീറ്റ്മെന്റ് പരമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളും കാര്യങ്ങളും മറ്റു ബില്ലിങ്ങും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ക്ലറിക്കൽ ഡ്യൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത്. Then maintain stock of forms and keep medical office supplies adequately stocked by expecting inventory needs, placing orders and monitoring office equipments. എന്താണ് ഇൻവെന്ററി എന്ന് പറയുന്നത്? ഇൻവെന്ററി കേട്ടിട്ടുണ്ടോ? ഇൻവെന്ററി സ്റ്റോക്ക്. ഓക്കെ, ഇൻവെന്ററി എന്താണ് പറയുന്നത്? പറഞ്ഞോളൂ. സ്റ്റോക്ക്. നമ്മളൊരു സ്ഥിതി വിവരം, ഒരു ചരക്ക് പട്ടിക എന്നൊക്കെ പോലെ പറയും അല്ലെ. അതായത് സാധനങ്ങളുടെ ഒരു വിവരങ്ങളൊക്കെ എഴുതുന്ന ഒരു സ്റ്റോക്ക്. ഓക്കെ. ദെൻ ഇവിടെ എന്താ പറയുന്നത്? മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് ദ മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് adequately stocked by expecting inventory needs, placing order and monitoring office equipments. അല്ലെ, ഫോമുകളൊക്കെ എന്ത് ചെയ്യുക? സൂക്ഷിക്കുകയും അത് സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുക, ശേഖരിക്കണം. ദെൻ ഇനി അത് എന്ത് ചെയ്യണം? ഇൻവെന്ററി ആയിട്ടുള്ള, അതായത് ഇതുപോലെ നമുക്ക് പ്ലേസിംഗ് ഓർഡേഴ്സ് അല്ലെ, അതായത് നമ്മൾ പറഞ്ഞു ആഡിക്വേറ്റ് ആയിട്ടുള്ള എക്സ്പെക്ടിങ് ഇൻവെന്ററീസ്, അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോ മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്സും കാര്യങ്ങളും മറ്റും എന്തൊക്കെയാണ് അങ്ങോട്ട് വേണ്ടത്, അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഇൻവെന്ററി ഒരു, അതായത് സ്റ്റോക്കിൽ ഇനി ആവശ്യമുള്ളതൊക്കെ എന്തൊക്കെയാണ്, പ്ലേസിംഗ് ഓർഡേഴ്സും മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇനി നമുക്ക് എക്യുപ്മെന്റ്സും അല്ലെങ്കിൽ സപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് ഇൻവെന്ററി ഒരു പട്ടിക പോലെ അല്ലെങ്കിൽ ഒരു ചാർട്ട് തയ്യാറാക്കുക. ഇൻവെന്ററി മീൻസ് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താ പറയാ ഒരു പട്ടിക എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് കേട്ടോ. ദെൻ ensure that reception area is well maintained, neat and clean. റിസപ്ഷൻ ഏരിയ, അവരിരിക്കുന്ന ആ ഒരു റിസപ്ഷൻ ഏരിയയിലെ അതെന്ത് ചെയ്യാ? നല്ലൊരു വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കുക. Then last point, safeguard patient privacy and
confidentiality, protect patient confidentiality, making sure that protected health information is secured by not leaving PHI in plain sight and logging of computer before leaving it unattended. PHI നിങ്ങളൊന്ന് എഴുതിയിടണേ, സൈഡിൽ ഒന്ന് എഴുതിയിട്ടേക്കോ, അത്യാവശ്യം പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ എഴുതിയിട്ടോളൂ കേട്ടോ. സൈഡിൽ ഇവിടെ ഉണ്ട് എങ്കിലും കുഴപ്പമില്ല, ഇവിടെ ഒരു ചെറിയൊരു സ്പേസിലൊന്ന് എഴുതിയിടാ. കയ്യില് പ്രിന്റഡ് കോപ്പി ഉള്ളവരൊന്ന് എഴുതിയിടാ കേട്ടോ. PHI എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. PHI ചോദിച്ച് കണ്ടിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻ. പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഇവിടെ ഉണ്ട്, ഒന്നില്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമതൊന്ന് എഴുതണം എന്നുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിടാം. ഓക്കെ, PHI പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻസ്. ഓക്കെ, ഇവിടെ പറയുന്നത് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി. അതായത് ഇപ്പോ പ്രൊട്ടക്ട് പേഷ്യന്റ്, അതായത് പേഷ്യൻസിന്റെ ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യ സ്വഭാവം. മീൻസ് അവരുടെ ഒരു നമുക്കറിയാം പ്രൊട്ടക്ട് ഹെൽത്ത് ഇൻഫോർമേഷൻസ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം നമുക്കറിയാലോ. ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് അപ്ലോഡാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോ അങ്ങനെ വരുന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിരുന്ന പേഴ്സണൽ ഡീറ്റെയിൽസും അവരുടെ ഹെൽത്ത് ഇൻഫോർമേഷൻസ് ഒക്കെ സെക്യൂർഡ് ആയിരിക്കണം അല്ലെ. അതൊരു പ്രൊട്ടക്ടിങ് ആയിരിക്കണം. അത് മറിച്ച് വേറൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റു നമ്മൾ ലീക്ക് ആവരുതെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ അത്രയും സേഫ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. ആൻഡ് ലോഗിങ് ഓഫ് കമ്പ്യൂട്ടർ ബിഫോർ ലിവിങ് ഇറ്റ് അൺഅറ്റൻഡഡ്. അതായത് മീൻസ് നമ്മൾ ലോഗിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കയറുക എന്നുള്ളതില്ലേ. സോ അങ്ങനെ നമ്മൾ ഒരു ലോഗിൻ കയറുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഈ ആരാണോ അത് പ്രോപ്പർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അവരുടെ കയ്യിൽ നിന്നും പേഷ്യൻസിന്റെ വരുന്ന പ്രൊട്ടക്ഷൻ, അതായത് മെയിൻ ആയിട്ട് അവരുടെ ഇൻഫോർമേഷൻസ്, പേഴ്സണൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ അസുഖത്തിന്റെ ട്രീറ്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒരിക്കലും മറ്റൊരു വ്യക്തിയിലോട്ടോ അല്ലെങ്കിൽ ലീക്കായിട്ട് അത് അത്രയും സേഫ് ആയിട്ട് തന്നെ പ്രൈവസി രഹസ്യമായിട്ട് തന്നെ ആയിരിക്കണം ഇൻഫോർമേഷൻസുകൾ അവര് കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടത്. ഓക്കെ, കുറച്ച് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ വരുന്നുണ്ട്. കാര്യം ഇത്രേ ഉള്ളൂ. അതായത് പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന എന്താ പറയാ പ്രൊട്ടക്ട് അവരുടെ ഒരു ഇൻഫോർമേഷൻസ് കാര്യങ്ങളും വേറെ പുറത്തൊന്നും എക്സ്ട്രാ പോകാൻ പാടില്ല. അത്രയും ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇത്രയും കുറച്ച് വലിയ പോയിന്റ്സ് ആണ്, പക്ഷെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പോയിന്റ്സിൽ പറഞ്ഞത്. വേറെ എക്സ്ട്രാ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ അത് ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. നമ്മൾ കാണുമ്പോൾ കുറച്ച് പോയിന്റ്സ് കൂടുതലായിട്ട് തോന്നി എന്നുള്ളൂ കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ. കുഴപ്പമില്ലല്ലോ, പറഞ്ഞിട്ട് മനസ്സിലായോ എല്ലാം? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതല്ല. നമുക്ക് ചില ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു നമുക്ക് എക്സാമ്പിൾ ഇട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പിക്ചറുകളൊക്കെ കാണിച്ചൊക്കെ നമുക്കൊന്ന് കുറച്ചും കൂടി ഇന്ററാക്ഷൻ ഒക്കെ ചെയ്യാം. പക്ഷേ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാക്റ്റ് ആ പോയിന്റുകൾ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, അതിൽ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഒന്ന് കിട്ടുക. ഓക്കെ, ഒന്നും അറിയാത്തൊരു രീതി ആകരുത്, എന്തെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിരിക്കാം. നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ചില പോയിന്റ്സിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോ ഏകദേശം എല്ലാ പോയിന്റ്സിന്റെ ഒരു കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഐഡിയ കിട്ടിയോ? ഇങ്ങനെ എല്ലാവർക്കും കുഴപ്പമില്ലല്ലോ. പിന്നെ ചില പോയിന്റ്സ് മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ആണോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെയാണ് മാം. ഓക്കെ, ഇനി നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് വായിക്കാം. വായിച്ചു നോക്കിക്കോളൂ. 5 മിനിറ്റ് സമയം തരാം, വായിച്ചോളൂ. നിങ്ങൾക്ക് വായിക്കുമ്പോ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളൂ കേട്ടോ. നിങ്ങൾ ഭയങ്കര അതുമ്പോ പിടിച്ച് എക്സാക്ട് പോയിന്റ്സിലൊന്നും നോക്കണ്ട. കറക്റ്റ് ആ നിങ്ങൾ ആ പോയിന്റ് മാത്രം ഒന്ന് വായിച്ചു പോയിക്കോളൂ കേട്ടോ. താഴത്ത് ഏറ്റവും താഴത്ത് ഒന്ന് സ്ക്രോൾ ചെയ്യോ, ഈ ഫസ്റ്റത്തെ 3 പോയിന്റിന് ശേഷം താഴത്തുള്ളത് ഇതാണോ? ഓക്കെ, ആ തുടക്കം, രണ്ടാമത്തെ പേജിന്റെ തുടക്കം മുതൽ വേണോ, ലാസ്റ്റത്തെ വന്നിട്ട് അത് തന്നെ. ഓക്കെ, ഞാൻ ഫസ്റ്റ് തുടങ്ങിയിട്ട് നിങ്ങൾ വായിച്ചോളൂ. കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിലും നോക്കാം, അല്ലെങ്കിൽ സ്ക്രീനിൽ നോക്കി നിങ്ങൾ വായിച്ചോളൂ. ഓക്കെ, 5 മിനിറ്റ് ഒന്ന് വായിക്കാം കേട്ടോ. നല്ല ക്ലിയർ ആയിട്ട് തന്നെ വായിക്കണോട്ടോ. വായിക്കാൻ പറയുന്ന ടൈമില് വായിക്കുക എല്ലാവരും. കുറച്ചും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വായിക്കാനൊരു ടൈം തരുന്നത്. ഓക്കെ,
എല്ലാ പോയിന്റ്സ് ഒന്ന് കവർ ചെയ്ത് വായിക്കണേ. ഒരു വട്ടം ഒന്ന് വായിച്ചാൽ മതി. ഓക്കെ, ഓരോ പോയിന്റ്സ് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം മനസ്സിൽ അതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞു നോക്കാം കേട്ടോ. കഴിഞ്ഞൊരു കമന്റ് ചെയ്യണേ. കഴിഞ്ഞായിരുന്നോ വായിച്ചേ? ഇല്ല മേഡം, കഴിഞ്ഞില്ല മേഡം. ഓക്കെ വായിച്ചോളൂ. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരുടെയും വായിച്ചു. കഴിഞ്ഞില്ല മേഡം. ഓക്കെ, 3 പോയിന്റ് ഉണ്ട്. കംപ്ലീറ്റ് ചെയ്തോളൂ. ഓക്കെ, ദെൻ ഇനി ഒരു ചെറിയൊരു കുറച്ച് പോർഷനും കൂടി ഉള്ളൂ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ന് നമുക്ക് ചാപ്റ്റർ തീരും എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് ആ ബാക്കി പോർഷൻസും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ കുറച്ച് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ നോക്കി അല്ലെ. ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓവറോൾ ആയിട്ട് വരുന്ന ഡ്യൂട്ടീസ് ഒക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ ഇത്രയും പോയിന്റ്സിലൂടെ നോക്കിയത്. ദെൻ ഇനി സ്കിൽസ്, എന്തൊക്കെ കഴിവുകളാണ് ഇങ്ങനെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക്? ഒരു കഴിവില്ലാത്തവരാണോ ഇരിക്കുന്നത്? അവർക്ക് അതിനുള്ള ക്വാളിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. സോ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടുന്ന കഴിവുകൾ എന്നാണ് നോക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ടെലിഫോൺ എറ്റിക്യൂട്ട് അല്ലെ. ടെലിഫോൺ എറ്റിക്യൂട്ട് മീൻസ് എന്താണ്? ടെലിഫോൺ മര്യാദ. നമ്മൾ പറഞ്ഞ ഒരു നല്ലൊരു സംസാര രീതി, അത് തന്നെ ആയിരിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞത് അല്ലെ. ഒരു ലോക്കൽ ആയിട്ടുള്ള കോമൺ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്? ഇല്ല. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മര്യാദയോട് കൂടെ ഒരു വാക്ചാതുര്യം എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു സംസാരം ആയിരിക്കണം ഒരു ടെലിഫോണിൽ അവര് സംസാരിക്കേണ്ടത്. ദെൻ കസ്റ്റമർ സർവീസ്, കസ്റ്റമേഴ്സിന്റെ സേവനം, പേഷ്യൻസിനോടുള്ള അവരുടെ സേവനം എങ്ങനെയാണ് നല്ല രീതിയിലായിരിക്കേണ്ട ഒരു ബിഹേവ് ചെയ്യേണ്ടത്. ദെൻ ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, അത്യാവശ്യം എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണല്ലോ ഇപ്പോ. അധികം എഴുത്തും കാര്യങ്ങളൊന്നും വരുന്നില്ല, എല്ലാം കമ്പ്യൂട്ടറിൽ തന്നെയാണ് നമ്മൾ ചെയ്തത്. സോ അത്യാവശ്യം ഒരു കമ്പ്യൂട്ടറിൽ വേണ്ട വേർഡും അല്ലെങ്കിൽ എക്സൽ പ്രോഗ്രാംസിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഒരു കമ്പ്യൂട്ടറിനെ പറ്റി ഒരു നോളജ് ഇല്ലാത്ത ഒരു വ്യക്തിയെ നമുക്കൊരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്റ്റാഫ് ആയിട്ട് ഇരുത്താനായിട്ട് സാധിക്കുമോ? അങ്ങനെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ വല്ല കാര്യം നടക്കുമോ? ഒന്നും സംഭവിക്കില്ല. അവിടെ പ്രോപ്പർ ആയിട്ട് കാര്യങ്ങൾ നടക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടുള്ള വേർഡ് എക്സൽ പ്രോഗ്രാംസിനെ പറ്റി അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിലാള് എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ദെൻ മാനേജ്മെന്റ്, എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ മാനേജ്മെന്റ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ മൾട്ടി ടാസ്കിങ്, നമ്മൾ കഴിഞ്ഞൊരു പോയിന്റിൽ പറഞ്ഞു വിവിധങ്ങളായിട്ടുള്ള ജോലികൾ അവർ ചെയ്യേണ്ടതായിട്ട് വരും. മൾട്ടി ടാസ്കിങ് ആണ് അവർക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള മൾട്ടി ടാസ്കിങ് ചെയ്യാൻ അവര് എന്താ പറയാ, ചെയ്യാനായിട്ടൊരു ആക്ടർ ആയിരിക്കണം. അവർക്ക് ഒരു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നുള്ളൊരു അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ദെൻ ഓർഗനൈസേഷൻ, ഒരു സംഘാടനം, എല്ലാത്തിലും ഒന്നിച്ച് യോജിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഇത് വേണം അല്ലെ. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്, അല്ലെങ്കിൽ ഞാൻ വേറൊരു ഡിപ്പാർട്ട്മെന്റിന്റെ ഒപ്പം പോയി കൊണ്ട് വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അങ്ങനെ പറഞ്ഞല്ല.
മറിച്ച് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു സംഘാടനം വേണം. കൂടെയുള്ള കൊളീഗ്സിന്റെ ഒപ്പവും എന്താണോ അങ്ങനെ നമ്മുടെ സ്റ്റാഫുകളുടെ ഒപ്പവും ഒത്തൊരുമിച്ച് ഒന്ന് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ദെൻ ഷെഡ്യൂൾ ചെയ്യുക. അപ്പോയിന്റ്മെന്റ്സും മറ്റു ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു റിസപ്ഷന് വേണ്ട സ്കിൽസ് ആണ് നമ്മളിപ്പോ ഈ പറഞ്ഞ പോയിന്റ്സുകൾ അല്ലെ. ദെൻ അപ്പോ നമ്മൾക്കറിയാം നിങ്ങളൊരു കോഴ്സ് പഠിക്കുന്നുണ്ട് എല്ലാവരും അല്ലെ. എല്ലാവർക്കും ഭാവിയിൽ ഒരു ജോലി കിട്ടുമല്ലോ, കിട്ടില്ലേ? ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞു, എക്സാം ഒക്കെ പാസ്സായി, ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാവരും നിങ്ങൾ ജോലിയിൽ കയറും, ജോലിയിൽ പ്രവേശിക്കും അല്ലെ. പ്രവേശിക്കില്ലേ നിങ്ങള്? വെറുതെ ടൈം പാസിനല്ലല്ലോ ആരും പഠിക്കുന്നത്, ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ നാളെ ഒരു ജോലിയിൽ പ്രവേശിക്കുകയാണ്. എന്തായാലും ഹോസ്പിറ്റൽ റിലേറ്റഡ് ജോബ് ആയിരിക്കുമല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം ചിലപ്പോൾ വർക്ക് ചെയ്തത്. അപ്പോ നിങ്ങൾക്ക് വേണ്ട കഴിവുകളാണ് ഈ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടി മാത്രമാകരുത്, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാം, അത് പ്രാവർത്തികവും കൂടി ആക്കണം. ഇങ്ങനെ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ നാളെ ഒരു ജോബ് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള നിങ്ങളിൽ ഉണ്ടാവും ഈ പറഞ്ഞ എല്ലാ കഴിവുകളും ഒട്ടുമിക്ക ആളുകളും തന്നെ ഉണ്ടാവും. ഇനി എന്തെങ്കിലും കഴിവുകൾ ഇല്ല എങ്കിൽ അതിന് എന്ത് ചെയ്യുക, ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കഴിവുകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, നമ്മളത് പുറത്തെടുക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും അല്ലെ. ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഇംഗ്ലീഷ് അത്യാവശ്യം അറിയാവുന്നവരൊക്കെ ഉണ്ടാവും, പക്ഷെ നമുക്കത് സംസാരിക്കാൻ പേടിയാണ് അല്ലെ. പലവർക്കും പ്രശ്നം അതല്ലേ. നമുക്ക് കൂടുതൽ അത് ഓപ്പൺ ആയിട്ട് അയ്യോ ഞാൻ പറയുന്നത് തെറ്റോ എന്നുള്ളൊരു പേടിയുണ്ട്. സോ അങ്ങനെയുള്ള കഴിവുകളൊക്കെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. അപ്പോ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിനെ സംബന്ധിച്ച് വേണ്ടുന്ന അത്യാവശ്യം വേണ്ട കഴിവുകളാണ് നമ്മൾ ഈ പറഞ്ഞ ടെലിഫോൺ മാനറും അല്ലെങ്കിൽ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഓക്കെ, ദെൻ ഇനി നമ്മൾ ഓരോ സ്കിൽസിനെ പറ്റി പറയാൻ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ കഴിവുകൾ, ഓരോ കഴിവുകളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. ദെൻ ഫസ്റ്റ് പറഞ്ഞത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ലൊരു രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം. അതാണ് ഒരു ഫ്രണ്ട് ഓഫീസിന് വേണ്ടത് അല്ലെ. നല്ല രീതിയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു കഴിവ് വേണം. ദെൻ ഏബിൾ ടു ലിസൺ ഇഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺ സെൽഫ് ഇൻ ക്ലിയർ ആർട്ടിക്കുലർ മാനർ. എന്താണ് ആർട്ടിക്കുലർ മീൻസ്? ആർട്ടിക്കുലർ കേട്ടിട്ടുണ്ടോ? ആർട്ടിക്കുലർ മീൻസ് കൃത്യമായിട്ടുള്ളത്, അതായത് വ്യക്തതയുള്ള സംസാരമായിരിക്കണം നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കേണ്ടത്. ഏബിൾ ടു ലിസൺ, അവരെ കേൾക്കണം. നമ്മളോട് എന്താണ് പേഷ്യൻസിന് അല്ലെങ്കിൽ ആ വരുന്ന വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് അതാദ്യം ഒന്ന് കേൾക്കുക അല്ലെ. നമ്മൾ ഒരാൾ പറയുന്നത് കേൾക്കുന്നതിന് മുൻപ് അയാൾ നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാതെ നമ്മൾ എടുത്ത് ചാടി അങ്ങോട്ട് സംസാരിക്കല്ല വേണ്ടത്. എന്താണോ നമ്മളോട് പറയാനുള്ളത് അതായി തന്നെ കേൾക്കണം അല്ലെ. കേട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തമായിട്ടുള്ള രീതിയിൽ ക്ലിയർ ആയിട്ട് അതിനെ എന്ത് ചെയ്യാം, സ്വയം പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, അതിനുള്ള മറുപടി എന്താണോ അതിനുള്ള ഒരു അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് നമ്മൾ ചെയ്യാം. ആദ്യമായിട്ട് ഇത് കേൾക്കുക, ദെൻ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ക്ലിയർ ആയിട്ടും വ്യക്തമായിട്ടും റെസ്പോണ്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ പോയിന്റ് നോക്കാം, ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഫർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റിൽ വരുന്നത്? ഏബിൾ ടു കളക്ട് എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ദെൻ ഓർഗനൈസ്, അതൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക. മീൻസ് ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, ഒന്ന് ക്രമപ്പെടുത്തി അതിനൊക്കെ ഒന്ന് സംഘടിപ്പിക്കുക. ദെൻ മോണിറ്റർ ഡാറ്റ എഫിഷ്യന്റ്ലി അല്ലെ. അതായത് നമുക്ക് ഡാറ്റകളൊക്കെ എന്ത് ചെയ്യുക, എഫിഷ്യന്റ് ആയിട്ട് തന്നെ ഒന്ന് അത് ഡാറ്റകളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ പ്രോപ്പർ ആയിട്ട് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ അത് അവതരിപ്പിക്കുക. ദെൻ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്. ഇനി നമ്മൾക്ക് എന്ത് പ്രോഗ്രാം ചെയ്യുമ്പോഴും അതിനൊരു പ്ലാനിങ് വേണം അല്ലെ, ആസൂത്രണം ഉണ്ടാകും. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. ഏബിൾ ടു മൾട്ടി ടാസ്ക് അല്ലെ. ഞാൻ പറഞ്ഞു ഒരു ജോലി മാത്രമല്ല, ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുമ്പോൾ വിവിധങ്ങളായിട്ടുള്ള ടാസ്കുകൾ അതിൽ ഉൾപ്പെടും. അപ്പൊ അതിനെല്ലാം നമ്മൾ ഏബിൾ ആയിരിക്കണം. നമ്മൾ എല്ലാ വിവിധങ്ങളായിട്ടുള്ള ടാസ്കുകൾ ചെയ്യാൻ ഏബിൾ ആയിരിക്കുക. ദെൻ പ്രയോറിറ്റൈസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ് അല്ലെ. പ്രയോറിറ്റൈസ് കൊടുക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം? പ്രയോറിറ്റി കൊടുക്കും എന്നൊക്കെ പറയില്ലേ ചില പേഷ്യൻസ്, മുൻഗണന കൊടുക്കും, അല്ലെങ്കിൽ ഒരു മുൻഗണന കൊടുക്കും അല്ലെ. അതായത് ഇപ്പോ നമുക്കറിയാം എന്താണ്, ഇപ്പൊ ഒരു മൾട്ടി ടാസ്ക് ഒക്കെ അതുപോലെ മൾട്ടി ടാസ്കുകൾ ആസൂത്രണം ചെയ്യാനും വിവിധങ്ങളായിട്ടുള്ള ജോലികൾ ചെയ്യാനും ഇനി ചുമതലകളും പ്രവർത്തനങ്ങളും നൽകുകയും ഷെഡ്യൂൾ ചെയ്യുക. അതായത് മുൻതൂക്കം കൊടുക്കുക. മുൻഗണന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില പ്രവർത്തനങ്ങൾക്ക്, എല്ലാ പ്രവർത്തനങ്ങൾക്കല്ല, ചില പ്രോഗ്രാംസിനും അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് കുറച്ച് മുൻഗണന കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ അതിനെന്ത് ചെയ്യുക, ഒന്ന് പ്രയോറിറ്റൈസ് കൊടുക്കുകയും അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുകയും ആ പ്രവർത്തനങ്ങളെയൊക്കെ ഒന്ന് അവര് തന്നെ ഷെഡ്യൂൾ ചെയ്യുകയും അതിനെ ഒന്ന്
ഒന്ന് ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക. ഒരു ആസൂത്രണത്തോട് കൂടി ആയിരിക്കണം എല്ലാ കാര്യങ്ങളും അവർ ചെയ്യേണ്ടത്. Then attention to detail. Attention to detail എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം. Able to produce accurate and high quality work through concern for all area involved. Accurate means എന്താണ് accurate? കൃത്യതയോട് കൃത്യമായിട്ടുള്ള, പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ, കൃത്യമായിട്ടുള്ള എന്നുള്ള ഒരു മീനിങ് ആണ് ആക്യുറേറ്റ്. ഇവിടെ നോക്കാം. അറ്റൻഷൻ ടു ഡീൽ എന്താണ് പറയുന്നത്? able to produce accurate and high quality work to concern for all area involved. Involved means ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉൾപ്പെടുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻവോൾവ്ഡ്. ഇങ്ങനെ പറയുന്ന മീനിങ് അറിയാത്തവരാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് പറയുന്നത്. അറിയാവുന്നവരാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനി ആദ്യമായിട്ട് അങ്ങനെ ഒട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മലയാളത്തിലൊന്ന് ഇതൊന്ന് നോട്ട് ചെയ്തൊന്ന് ഇട്ടോളൂ കേട്ടോ. അപ്പൊ പറയുന്നത് എന്താ പറയുന്നത്? ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലകളിലും അവർ ഏതൊക്കെ മേഖലകളിലാണോ ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലെ, ആ എല്ലാ മേഖലകളിലും അവരുടെ ഒരു ശ്രദ്ധ ചെലുത്തണം അല്ലെ. എല്ലാ ഏരിയകളിലും ഒരു ആക്യുറേറ്റ് ആയിട്ടൊരു ശ്രദ്ധ ചെലുത്തുകയും ഏറ്റവും കൃത്യമായിട്ടുള്ള, ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ, അതായത് നല്ലൊരു സ്റ്റാൻഡേർഡോട് കൂടി, കൃത്യം ഒരു ഉയർന്ന നിലവാരം എന്നൊക്കെ പറയില്ലേ, ഹൈ ക്വാളിറ്റി. അപ്പൊ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ജോലികളൊക്കെ അവര് ആക്യുറേറ്റ് ആയിട്ട് തന്നെ നിർമ്മിക്കുക. പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. ആക്യുറേറ്റ് ആയിട്ട് അവർ ഏതൊക്കെ ഏരിയകളിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ടോ അവിടെയെല്ലാം അവരുടെ വർക്ക് നല്ലൊരു ക്വാളിറ്റിയോട് കൂടി തന്നെ ചെയ്യുക. ഓക്കെ. Then കസ്റ്റമർ സർവീസ് സ്കിൽസ്. കസ്റ്റമർ സർവീസ് സ്കിൽസ്. ഇനി കസ്റ്റമർ സർവീസ് സ്കിൽസിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. Able to develop good customer relationship, focusing on achieving customer satisfaction. ഇനി ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ്, നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പിനെ വികസിപ്പിച്ചെടുക്കുക. എന്തിനു വേണ്ടി? ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നേടുന്നതിന് വേണ്ടി അവരുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, അതായത് ഡെവലപ്പ് ചെയ്യുക, വികസിപ്പിച്ചെടുക്കുക. ഓക്കെ. നമ്മളുടെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. Then അഡാപ്റ്റബിലിറ്റി. എന്താണ് അഡാപ്റ്റബിലിറ്റി? കേട്ടിട്ടുണ്ടോ മീനിങ്? ടേം കേട്ടിട്ടുണ്ടോ? അഡാപ്റ്റബിലിറ്റി മീൻസ് അഡാപ്റ്റബിലിറ്റി കേട്ടിട്ടില്ല? ആർക്കും അറിയില്ല അഡാപ്റ്റബിലിറ്റി? ഓക്കെ. പൊരുത്തപ്പെടുക എന്നൊക്കെ നമ്മൾ പറയൂലേ, ചില സാഹചര്യങ്ങളോട് നമ്മള് ചിലപ്പോ നമുക്ക് അത് ഒട്ടും തന്നെ ഒരു പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും, പക്ഷെ നമ്മൾ അനുയോജ്യമായാണോ? അനുയോജ്യമായ അല്ലെങ്കിൽ പൊരുത്തപ്പെടുക എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ നമ്മളൊരു സാഹചര്യത്തോട് എന്താ പറയാ, ഇപ്പൊ നമുക്ക് പറ്റാത്തതാണെങ്കിൽ പോലും നമ്മൾ അതിനോട് ചിലപ്പോ ആ സാഹചര്യത്തിൽ വേറെ ഒന്നും ഉണ്ടാവില്ല, അപ്പൊ നമ്മൾ അതിനോടൊന്ന് പൊരുത്തപ്പെടാനൊക്കെ പറയൂലേ, അനുയോജ്യമായെന്നും പറയാം. ഓക്കെ. പൊരുത്തപ്പെടുക എന്ന അനുയോജ്യമായ എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എങ്ങനെയാണ് പൊരുത്തപ്പെടേണ്ടത് നോക്കാം. ഓക്കെ. Able to adjust approach to meet changing demands and situations that includes in dealing with diverse people. Diverse peoples എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം പലതരത്തിലുള്ള പേഷ്യൻസ് ഉണ്ടാവും. അവരുടെ എല്ലാവരുടെ നിലവാരം ഒരുപോലെയല്ല അല്ലെ. ഓരോരുത്തരും വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ് അല്ലെ. സോ അപ്പോ വ്യത്യസ്തമായിട്ടുള്ള ആളുകളോടാണ് ഇവർ ഇടപെടുന്നത് അല്ലെ. ഇപ്പൊ ഒരു അഡ്മിഷൻ ഡിപ്പാർട്ട്മെന്റ് ഇരിക്കുമ്പോൾ ഇഷ്ടംപോലെ പേഷ്യൻസ് വരുന്നുണ്ട്. എല്ലാവരുടെയും ഒരേ സ്വഭാവം ഒന്നും ആയിരിക്കില്ല അല്ലെ. ചിലപ്പോ ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ചിലപ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് പേഴ്സൺസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒട്ടും തന്നെ ഒന്നും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള പല നിലവാരത്തിലുള്ള ഒരു പേഷ്യൻസിനെ ആയിരിക്കണം നമ്മൾ ഇടപെടേണ്ടത്, നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള പല ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ ആയിരിക്കും. വ്യത്യസ്ത സ്വഭാവങ്ങളിൽ നിന്നും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്നും വരുന്നവരായിരിക്കും അല്ലെ. സോ വ്യത്യസ്തമായിട്ടുള്ള ഈ ആളുകളെ നമ്മൾ ഇടപെടുന്നതിന് ഉൾപ്പെടുന്ന ഒരു സാഹചര്യം. പിന്നെ എന്താണ്, ഓരോരുത്തരുടെ ഡിമാൻഡ്സ് വേറെയാണല്ലോ, ഓരോരോ കാര്യങ്ങളായിരിക്കില്ല, എല്ലാവരും പറയുന്നത് സെയിം കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. സോ അവരുടെ ഡിമാൻഡ് മീൻസ്, ഇവിടെ ഡിമാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരുടെ ആവശ്യങ്ങള് അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വയർ ആയിട്ടുള്ള എന്താണോ അവർക്ക് വേണ്ട അല്ലെങ്കിൽ നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ നമ്മളോട് എന്താണോ അവർ ആവശ്യപ്പെടുന്നത് അവരോടുള്ള ഒരു സമീപനമൊക്കെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്ന് ക്രമീകരിക്കണമെന്ന്. അതായത് എല്ലാവരെയും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോ എങ്ങനെയുള്ളവരാണോ, ഏത് ലെവലിലുള്ളവരാണോ അവരോട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് പൊരുത്തപ്പെട്ട് എന്താണോ അവരുടെ ഡിമാൻഡ്സ് മീൻസ് എന്തെങ്കിലും
എൻക്വയറീസും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അവർ ചോദിക്കുക. അതിനോട് എന്ത് ചെയ്യുക, നമ്മൾ അതിനുള്ള ഒരു മറുപടിയും കാര്യങ്ങളും അവരുടെ അവരോടൊന്ന് പൊരുത്തപ്പെട്ട് തന്നെ നിൽക്കുക എന്ന്. മീൻസ് അവരുടെ ലെവലെല്ലാം നോക്കേണ്ടത് നമ്മൾ എല്ലാവരെയും ഒരുപോലെ തന്നെ കണക്കാക്കിക്കൊണ്ട് അവരുടെ ഡിമാൻഡ്സും കാര്യങ്ങളും എന്താണോ അതനുസരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. Then last point, confidentiality. നോക്കാം. Able to maintain confidentiality and other to ethical standards. എന്താണ് അധീർ അല്ലെങ്കിൽ അധർ എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ടേം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ADHERE പാലിക്കുക എന്നൊക്കെ പറയാം. എന്താ? പാലിക്കുക അങ്ങനെ പറയാം. എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. എത്തിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എത്തിക്കൽ മുറുകെ പിടിക്കുകയാണ്. എന്താ? മുറുകെ പിടിക്കുക. മുറുകെ പിടിക്കുക എന്നൊക്കെ മുറുകെ പിടിക്കുക എന്നുള്ളൊരു ടേം ആട്ടോ. അത് കണക്ട് ചെയ്തപ്പോ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അത് ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കുക. മീൻസ് അതുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നൊക്കെ പറയൂലേ, ആ ഒരു നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങള് എന്തൊക്കെയാണോ ചിലപ്പോ അതൊരു എത്തിക്കൽ ആയിട്ടുള്ള ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളെ മുറുകെ പിടിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത്. അതായത് ഈ കോൺഫിഡൻഷ്യലി മീൻസ് രഹസ്യ സ്വഭാവം എന്നുള്ളൊരു അർത്ഥമാണ്. ഇവിടെ രഹസ്യ സ്വഭാവം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വേറെ നല്ല ഒരു ധാർമ്മിക മൂല്യം നമ്മളിൽ ഒന്ന് മുറുകെ പിടിക്കുക എന്ന്. മീൻസ് സംസാരത്തിലായാലും പെരുമാറ്റത്തിലായാലും അതിന് എല്ലാം ഒരു ധാർമ്മിക മൂല്യം നമ്മളുടെ ആ ഒരു പെരുമാറ്റത്തിലും അതെല്ലാം നമ്മൾ എപ്പോഴും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതാണ് ആ ഒരു ലാസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് സ്കിൽസ് ആണ് പറഞ്ഞത്. ഇനി ഒരു ചെറിയൊരു ഇതും കൂടി ഉള്ളൂ, ടെലിഫോൺ എറ്റിക്വറ്റിന്റെ ഒരു പോയിന്റ്സും കൂടി പറയുന്നുള്ളൂ. ഓക്കെ, ഇത് കൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്തോട്ടെ, കുഴപ്പമില്ലല്ലോ. പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ക്ലിയർ അല്ലേ? ഒന്നുകൂടി വായിക്കാം. ഓക്കെ, ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടോ, ഇത്ര ഉള്ള ഈ ഒരു ചാപ്റ്റർ. ഓക്കെ, ടെലിഫോൺ എറ്റിക്വറ്റ്, ടെലിഫോൺ മാനേഴ്സുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. നോക്കാം. When a patient calls in, the way in which the front desk personnel handles the telephone call determines how the facility is preserved. The medical office receptionist must be a good listener and maintain confidentiality besides having good phone manners. നമ്മൾ പറഞ്ഞു ഒരു നല്ലൊരു പേഴ്സണാലിറ്റിക്ക് വേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഫോൺ മാനേഴ്സ് ഒക്കെ അറിഞ്ഞിരിക്കണം. ഫോൺ വിളിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരോട് കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു നല്ലൊരു മാനേഴ്സോട് കൂടി തന്നെ സംസാരിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഒരു ഫോണിലൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ ചെയ്യേണ്ടതും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ടേബിളില്. ഡൂസും ഡോൺസും അല്ലെ. ഡൂസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം കേട്ടോ. സ്മൈൽ ആൻഡ് പ്ലസന്റ് ടോക്ക് അല്ലെ, ഒരു പുഞ്ചിരിയോടുകൂടിയും ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കണം സംസാരത്തിൽ വേണ്ടത്. ഭയങ്കര റഫായിട്ടായിരിക്കും സംസാരിക്കേണ്ടത്. ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ടോക്ക് ആയിരിക്കണം. ഒരു പോസിറ്റീവ് ഫീൽനെസ് നമുക്ക് തോന്നിക്കണം. ദെൻ സ്പീക്ക് ക്ലിയർലി. എന്താണോ സംസാരിക്കുന്നത് അത് വളരെ വ്യക്തമായിട്ട് തന്നെ ക്ലിയർ ആയിട്ട് ഇങ്ങൊന്നും തൊടാതെയല്ല സംസാരിക്കേണ്ടത്. പക്ഷെ നല്ല ഒരു മാന്യമായിട്ട് ക്ലിയർ ആവുന്ന നമുക്ക് ആൾക്ക് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. ദെൻ മേക്ക് ദം വെൽക്കം. അവരെന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. നമ്മൾ അഭിസംബോധനയൊക്കെ ചെയ്യുന്നു പറഞ്ഞില്ലേ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക? വെൽക്കം ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനി ചെയ്യരുത്, എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യരുത് എന്ന് പറയുന്നത് കേട്ടോ. ഡിസ്ട്രാക്ട്. എന്താ ഡിസ്ട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല്? ഡിസ്ട്രാക്ട് ചെയ്യുക, ഡിസ്ട്രാക്ട്, ശ്രദ്ധ തിരിക്കുക എന്നൊക്കെ പറയും അല്ലെ. ശ്രദ്ധ തിരിക്കുക. ഒന്ന് എഴുതി വെക്കണം കേട്ടോ. അറിയാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മലയാളത്തിലൊന്ന് എഴുതിട്ടേക്കും സൈഡില്. നിങ്ങൾക്ക് കേൾക്കാത്ത ടേമൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് എഴുതി വെച്ചോളൂ. പിന്നെ പെട്ടെന്ന് നിങ്ങൾ അടുത്ത ദിവസം വായിക്കുമ്പോൾ ഇനി ഡിസ്ട്രാക്ട് എന്താണെന്ന് ആലോചിച്ചിരിക്കും. ഒരെത്തും പിടിയും കിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഒന്ന് എഴുതി പോവുക. അറിയാത്ത അതാണെങ്കിൽ എഴുതി പോവുക. അപ്പൊ നിങ്ങൾക്ക് വായിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ക്ലിയർ ആകും. ഓക്കെ, ശ്രദ്ധ തിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളോട് ഫോണിൽ അവര് ഒരു കാര്യങ്ങൾ ചോദിക്കുകയാണ്, സംസാരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ശ്രദ്ധ തിരിക്കാൻ പാടില്ല. എന്താണ് അവർ നമ്മളോട് ചോദിക്കുന്നത് അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? അവർക്ക് റെസ്പോൺസ് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മുടെ ശ്രദ്ധ തിരിഞ്ഞു പോകാൻ പാടില്ല. Then shout or whisper.
ഷൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാലോ, ഭയങ്കര ഒരു ദേഷ്യത്തോടെയുള്ളൊരു രീതിയിൽ അവരോട് ഷൗട്ട് ചെയ്തിട്ടൊന്നും സംസാരിക്കാൻ പാടില്ല. ദെൻ വിസ്പർ. എന്താ വിസ്പർ മീൻസ്? വിസ്പർ നമ്മള് എന്താ പറയാ, ചേട്ടിൽ വന്ന സ്വകാര്യം പറയുക എന്നൊക്കെ പറയില്ലേ, ചെറിയ സൗണ്ടിൽ പറയുക. അതായത് വേറെ ആർക്കും കേൾക്കാൻ പറ്റൂല. കോമൺ ആയിട്ട് പറയേണ്ട കാര്യം വ്യക്തമായിട്ട് തന്നെ പറയണ്ടേ, അല്ലെങ്കിൽ മന്ത്രിക്കുന്ന പോലെ ചെറിയ സ്വരത്തിൽ പറയാൻ പാടില്ല. നമ്മളൊരു ഫോൺ കോളിൽ കൃത്യമായിട്ട് ആൾക്ക് കേൾക്കണ്ടേ, രഹസ്യം പറയുന്ന പോലെ ചെറിയ രീതിയിൽ പയ്യെ പറഞ്ഞിട്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആവില്ല, വിളിക്കുന്നവർക്ക് ക്ലിയർ ആവില്ലല്ലോ. സോ അങ്ങനെ ഷൗട്ടിങ്ങോ അല്ലെങ്കിൽ വിസ്പർ അങ്ങനത്തെ രീതിയിലുള്ള ഇത് പാടില്ല. ദെൻ ഹോൾഡ് ഫോർ ടു ലോങ്. ഹോൾഡ് ചെയ്യുക എന്താണ് ഇവിടെ പറയുന്നത്? ഹോൾഡ് ഫോർ ടു ലോങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അപ്പോ ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കരുത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് കണക്ട് ചെയ്യണമെങ്കിൽ അത് ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത്. ഓക്കെ, പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. ചിലവര് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇതുപോലെ കണക്ട് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ആ ഒരു ഫോൺ ചിലപ്പോ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പോയി കളയും. നമ്മൾ അവസാനം എന്ത് ചെയ്യും? ആ ടൈം കഴിയുമ്പോ കുറെ നേരം ഒന്നും റിപ്ലൈ ഒന്നും വരാണ്ടാകുമ്പോൾ നമ്മൾ തന്നെ കട്ട് ചെയ്ത് കളയും. ഇല്ലേ? അങ്ങനെ വന്നിട്ടുണ്ടോ ആർക്കെങ്കിലും സാഹചര്യം? വന്നിട്ടുണ്ടോ? ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ അവര് ഹോൾഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ്സിനോടൊന്ന് ചോദിക്കട്ടെ, അല്ലെങ്കിൽ അവരോട് എങ്ങനെയാണ് സമയം അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ അപ്പോയിന്റ്മെന്റ്സിന്റെയോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറെ ഡിലേ ഒക്കെ ആവും. അപ്പൊ അങ്ങനെയൊന്നും കുറെ കൂടുതൽ ടൈം ഒന്നും ഹോൾഡ് ചെയ്യോ അങ്ങനെ ഡിലേ ഒന്നും വരുത്തരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ചെയ്യരുതാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ഇതൊക്കെ വേണം. ഓക്കെ, ദെൻ അപ്പൊ നമ്മള് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ നോക്കി, ഇൻഫോർമേഷൻ ആൻഡ് കളക്ഷൻ മാനേജ്മെന്റിൽ നോക്കി, പിന്നെ നമ്മൾ അങ്ങനെ ഓരോ പോയിന്റ്സിലും സബ് പോയിന്റ്സുകളായിട്ട് പറഞ്ഞു. ദെൻ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ ഇച്ചിരി പാടായിരുന്നോ? എങ്ങനെയാ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് തോന്നിയത്? മറ്റു ചാപ്റ്റേഴ്സിനും കുറച്ച് ഇച്ചിരി വലിയ ചാപ്റ്റർ ആയിരുന്നു അല്ലെ? ആണോ? ബുദ്ധിമുട്ട് തോന്നിയോ? കുഴപ്പമൊന്നുമില്ല മാം. കൊറേ എന്താ എല്ലാ പോർഷനും മിക്ക പോർഷനും ഒരുപോലെ ഇരിക്കുന്ന കാരണം കൺഫ്യൂഷൻ വരാം. ഓക്കെ ഓക്കെ. ദെൻ എന്നാലും നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ്. പിന്നെ ചില പോർഷൻസിൽ കുറച്ച് സബ് പോയിന്റുകൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അല്ലെ? അതല്ലേ നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നിയത്? ആണോ? എല്ലാ പോയിന്റ്സും ഒരേപോലെ തോന്നി, എല്ലാത്തിലും ഒരേ ഒരു. ഓക്കെ, പക്ഷെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഒരേ പോയിന്റ് പോലെ വരില്ലല്ലോ. നമുക്ക് ഓരോ റെസ്പോൺസിബിലിറ്റീസും ശരിയാണ്, കുറച്ച് കൺഫ്യൂഷനിങ് ഒക്കെ തോന്നാം. ഈ ഒരു ചാപ്റ്റർ ഒത്തിരി നമുക്ക് ഞാൻ പറഞ്ഞു ചിലത് നമുക്ക് കൂടുതലേ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ തരാനോ അല്ലെങ്കിൽ എക്സാമ്പിൾ ഒക്കെ ഇട്ട് തരാൻ സാധിക്കും. പക്ഷെ ചില പോർഷൻസ് ഒക്കെ നമുക്ക് ആ ഒരു എക്സാക്ട് മീനിങ് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ കുറച്ച് ടേമുകളും കാര്യങ്ങളും നമ്മൾ അറിയാത്ത കുറെ ടേമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ നിങ്ങൾ ഈ ഓരോ ചാപ്റ്ററുകൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അറിയാത്ത കുറെ ടേമുകൾ നിങ്ങൾ കേട്ടില്ലേ അല്ലെങ്കിൽ കണ്ടു അല്ലെ? കണ്ടോ? എല്ലാം അറിയാവുന്നതൊക്കെ തന്നെയായിരുന്നോ? കുറച്ചെങ്കിലും പുതിയ പുതിയ ടേമുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇപ്പോ? അങ്ങനെയൊക്കെ വരുമ്പോൾ മാക്സിമം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ നോട്ടിന് പുറമെ ഇങ്ങനെ കേൾക്കുന്ന പുതിയ ടേമുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ മീനിങ് ഒക്കെ ഒന്ന് എഴുതി വെക്കണം. ഓക്കെ, ദെൻ ഓക്കെ. അപ്പൊ നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു ടോട്ടലി ഒരു 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? എന്ത് ചാപ്റ്റേഴ്സ്? 5 ചാപ്റ്റേഴ്സ് ആണോ? ഓർമ്മയുണ്ടോ? 5 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ICU എടുത്തായിരുന്നു, ദെൻ വാർഡ് എടുത്തു, ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, ഹോസ്പിറ്റൽ വാർഡ്, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഫ്ലോ. ഓക്കെ, ടോട്ടലി 5 ചാപ്റ്റർ ആണ് നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? യെസ് മാം. 5 ചാപ്റ്റേഴ്സും അത്യാവശ്യം ഏകദേശം കുഴപ്പമൊന്നുമില്ലല്ലോ, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കഴിഞ്ഞു പോയ ചാപ്റ്ററുകളൊക്കെ തന്നെ ഭംഗിയായിട്ട് മാക്സിമം കിട്ടുന്ന സമയത്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സാമിന് വേണ്ടി കാത്തിരിക്കരുത്. മൊത്തത്തിൽ നമുക്ക് ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് പോകുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾ അതും പഠിച്ചു പോകണം. ഒപ്പം സമയം കിട്ടുമ്പോൾ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക കൃത്യമായിട്ട്. ദെൻ അത് എന്താ പറയാ, മാക്സിമം നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ കവർ ചെയ്ത് പോകണം. നമ്മൾ ചാപ്റ്റേഴ്സ് തീരുന്നതിനൊപ്പം തന്നെ നിങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഓക്കെ, ഇനി എന്തെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് നമ്മളോട് പറയാം. എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാകാത്തതോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ചെയ്യാം. ഓക്കെ മാം,
ഓക്കെ പറഞ്ഞോളൂ. ഈ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റില് ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് എഴുതിയിട്ട്. അപ്പൊ അതിന്റെ ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് അക്കോർഡിംഗ് ടു മാത്രം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഒരു 2 ദിവസത്തിന് 2 days മുന്നേ ഉള്ള അതിനായിരുന്നു അല്ലേ? അതെ അതെ. ടർബൻ ആക്ടിന്റെ ആയിരുന്നോ ആ ക്വസ്റ്റ്യൻ? അതിന്റെ മുകളിലത്തെ ഒരു ക്വസ്റ്റ്യനില് ടർബൻ ആക്ട് ചോദിച്ചിരുന്നു. അപ്പൊ അതില് ഇതുണ്ടായിരുന്നു. അപ്പൊ 2002 എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ അടിയില് അക്കോർഡിംഗ് ടു ഡാഷിനെ നമ്മളതിൽ ഫില്ല് ചെയ്യാനുണ്ടായി. അത് എഴുതിയില്ല മേഡം, നമുക്ക് അതിൽ നിന്ന് 1 മാർക്ക് പോയി. അക്കോർഡിംഗ് ടു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതില് 2002 പക്ഷെ ഫില്ല് നമുക്ക് ചെയ്തിരുന്നു, പക്ഷെ അതില് അതിന്റെ മാർക്ക് പോയി. ആണല്ലേ? ഓക്കെ, അത് ആ ക്വസ്റ്റ്യൻ എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ. പക്ഷെ അത് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, നമ്മുടെ കഴിഞ്ഞ ബാച്ച് ഈ സെയിം പ്രോബ്ലം പറഞ്ഞായിരുന്നു. അപ്പൊ ചെക്ക് ചെയ്തപ്പോ അക്കോർഡിംഗ് ടു ഡാഷ് എന്നിട്ട് ഒരു അതിന്റെ ഒരു ഡെഫിനേഷൻ അല്ലേ ഞാൻ പറഞ്ഞത്, എന്നിട്ട് അത് ഏത് ആക്ട് ആയിരുന്നു എന്നാണ് ചോദ്യം. അല്ല, അങ്ങനെ ഒരു അങ്ങനെ ഉണ്ടായിട്ടില്ല, വെറും അക്കോർഡിംഗ് ടു ഡാഷ് ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചാൽ ആ ഫ്രണ്ട് ഓപ്ഷനെ കുറിച്ച് എഴുതാൻ വേണ്ടി വല്ലതായിരിക്കും അത്. അതും ചെയ്തപ്പോ തെറ്റായിരുന്നു. ഓക്കെ നോക്കാം കേട്ടോ, അതൊന്ന് പറഞ്ഞായിരുന്നു, ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുമല്ലോ നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ, അതാണ് കേട്ടോ. കുഴപ്പമില്ല, നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് അറിയാലോ കൃത്യമായിട്ട്. നമ്മളുടെ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ ഒക്കെ തെറ്റ് ചെയ്യാണ്ട് നിങ്ങൾ ഓക്കെ, എനിക്ക് മനസ്സിലാകും. പറഞ്ഞു കഴിഞ്ഞ ബാച്ചിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ വരാണ്ട് നമ്മൾ നോക്കാം. ടെക്നിക്കലിന് എന്തെങ്കിലും ചെറിയൊരു എറർ വല്ലതും വന്നതായിരിക്കും കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ, ബാക്കി എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ, അതുപോലെ നിങ്ങളുടെ പഠനം എങ്ങനെ പോകുന്നു? നല്ല രീതിയിലൊക്കെ പഠിക്കുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, ദെൻ ക്ലാസ്സിൽ അങ്ങനെ എന്തെങ്കിലും മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് പറയാം കേട്ടോ. ചിലപ്പോൾ ഇനി സ്പീഡ് കൂടുന്നോന്നോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനായാലും ക്ലാസ് എടുക്കുമ്പോൾ ചിലപ്പോൾ സ്പീഡൊക്കെ പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ കൂടി പോകുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? വല്ല അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. ഓക്കെ, ക്ലാസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അത്യാവശ്യം ഒരു ബേസിക് നോളജ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ. ദെൻ അപ്പൊ ഓക്കെ, നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. ഈ ഒരു 5 ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും കേട്ടോ നമ്മൾ തുടങ്ങുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളൊരു ചാപ്റ്ററിന്റെ നമ്പർ ഞാൻ നോക്കിയിട്ടില്ല. ഔട്ട് പേഷ്യന്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് അത് മിക്കവാറും അത് തന്നെ ആയിരിക്കും കേട്ടോ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എടുത്തിട്ടില്ലല്ലോ, ഇൻ പേഷ്യന്റ് അല്ലേ നമ്മൾ കഴിഞ്ഞത്? ഓക്കെ, അപ്പൊ ഇനി ഔട്ട് പേഷ്യന്റ് ആയിരിക്കും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. 6th നമ്മൾ ഇനി 6ാമത്തെ എടുക്കാൻ പോകുന്നത്. ഓരോ ടീച്ചേഴ്സും എടുക്കുന്ന ചാപ്റ്റേഴ്സ് ഒന്ന് നിങ്ങൾ ആ പേര് എഴുതിയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി പോകരുത്. ഓക്കെ മേഡം ഓഫീസിൽ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നത്? എന്താ? ഓഫീസിൽ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നത്? അതെ. ഓക്കെ മാം, മെയിൻ ഈ എക്സാം വരുമ്പോൾ എല്ലാ മിസ്സുമാരെയും ഒറ്റയടിക്കാണോ ക്വസ്റ്റ്യൻ വരുന്നത്, അതോ ഓരോ ടീച്ചേഴ്സിനും ഓരോന്നാണോ? നമുക്ക് എക്സാം ടോട്ടലി നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എത്ര ക്വസ്റ്റ്യൻ ആണെന്ന്. നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടല്ല, ഒരുമിച്ചുള്ള ഒരു എക്സാം ആണ്. എനിക്ക് തോന്നുന്നു 100-ലാണോ. നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നിഷ മാം പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ അത്യാവശ്യം എല്ലാം നമുക്ക് എക്സാം ഒരുമിച്ച് തന്നെയാണ്, അല്ലാണ്ട് സെപ്പറേറ്റ് ആയിട്ടല്ല കേട്ടോ വരുന്നത്. ഓൺലൈൻ എക്സാം തന്നെയാണ്. ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങളൊന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്ന്, ഇനിയിപ്പോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തവരാണെങ്കിൽ ഒന്ന് കയറി നോക്കണം ഇൻട്രൊഡക്ഷൻ ക്ലാസ്. എല്ലാ മിസ്സുമാരെയും ഇത് ഷഫിളായിട്ട് എക്സാം ഇടുവാണോ? എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് ഇത്ര എനിക്ക് തോന്നുന്നു ഓക്കെ, എല്ലാ സെപ്പറേറ്റ് ടീച്ചേഴ്സിന്റെ എക്സാം ഒന്നല്ല എടുക്കുന്നത്. ടോട്ടലി എല്ലാ ടീച്ചേഴ്സും എടുക്കുന്ന എല്ലാ ചാപ്റ്ററും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള എക്സാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള എക്സാം ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അതുവരെ 5 ചാപ്റ്റേഴ്സ് അത്യാവശ്യം പഠിച്ചിരിക്കാം. നമുക്ക് എക്സാം ഒന്നും നടത്താനുള്ള ടൈം കിട്ടുന്നില്ല. മാഡം ഹലോ, പറഞ്ഞോ. ആ വീഡിയോ ക്ലാസ് ഒന്ന് നേരത്തെ ആക്കാമോ? പോസ്റ്റ് ചെയ്യുന്നത് ഒന്ന് അറിയോ ഓഫീസില്?
ഓക്കെ, നമ്മൾ ഗൂഗിൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ഇത് ചെയ്ത് തരുന്നതാണ്. ആ ടൈമിൽ നമുക്കത് പറ്റുന്നുള്ളൂ. നമ്മൾ മാക്സിമം നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് ഗൂഗിൾ ഇതിനകത്താണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് അത്രയും ടൈം വരുന്നത്. നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം മാക്സിമം കേട്ടോ. മാക്സിമം നേരത്തെ ആക്കാൻ നോക്കാം. 1:30 വരുന്നത്. അപ്പൊ നമുക്ക് ഇന്നലെ കയറാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, അതൊരു കംപ്ലൈൻസ് വരുന്നുണ്ട്. ഓക്കെ, നമുക്കത് ശ്രമിക്കാം. എന്തായാലും അത് മുന്നോട്ട് കുറച്ച് നേരത്തെ കിട്ടാൻ വേണ്ടിട്ട് നോക്കാം. ഓക്കെ, ദെൻ അപ്പോ താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.